ഈ ഓൺലൈൻ കോഴ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ജയപ്രകാശ്, ഓൺലൈൻ ടീച്ചർ ഓഫ് IT@schoolsir.com. വെബ് പേജുകളും വെബ്സൈറ്റുകളുമൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും അതിൽ HTMLൻ്റെ പ്രാധാന്യം പലർക്കും അറിയില്ല. വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ വെബ് പേജുകൾ രചിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു മാർക്കപ്പ് ഭാഷയാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ HTML. നിങ്ങളുടെ ഒന്നാമത്തെ ലെസൺ ആരംഭിക്കുകയാണ്. HTML ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകളെപ്പറ്റി ഒരു ഇൻട്രഡക്ഷൻ തരാം. ഏതൊരു ഭാഷയിലും വാക്കുകളുണ്ടായിരിക്കുമല്ലോ. HTML ഭാഷയിലും അനേകം വാക്കുകളുണ്ട്. HTML ഭാഷയിലുള്ള വാക്കുകളെ ടാഗുകൾ എന്നാണ് പറയുക. ഈ ഉദാഹരണത്തിൽ കാണുന്നതൊക്കെ HTML ഭാഷയിൽ എഴുതിയിരിക്കുന്ന വാക്കുകളാണ്, അല്ലെങ്കിൽ ഇവയാണ് HTML ടാഗുകൾ. ഈ ടാഗുകൾക്കൊക്കെ HTML ഭാഷയിൽ ഒരു പ്രത്യേക അർത്ഥവുമുണ്ട്. ഇവിടെ ഈ ടാഗുകളിൽ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാം. ആംഗിൾ ബ്രാക്കറ്റോടു കൂടിയാണ് ഇവയൊക്കെ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടി വിശദമാക്കാം. ഒരു ലെസ് ദാൻ സിമ്പലും ഒരു അക്ഷരം, അത് കഴിഞ്ഞ് ഒരു ഗ്രേറ്റർ ദാൻ സിമ്പൽ. ആംഗിൾ ബ്രാക്കറ്റുകൾക്കിടയിൽ എഴുതിയിരിക്കുന്ന ഇത്തരം അക്ഷരത്തെ എലിമെന്റ് എന്നാണ് പറയുക. ഈ ടാഗിൽ P ആണ് എലിമെന്റ്. ഈ ടാഗിൽ U ആണ് എലിമെന്റ്. ഇവിടെ എലിമെന്റ് നെയിം OL ആണ്. മറ്റൊരു പ്രത്യേകത കൂടി നിങ്ങൾക്ക് കാണാം. ചില ടാഗുകളിൽ എലിമെന്റ് നെയിം തുടങ്ങുന്നത് സ്ലാഷ് ചിഹ്നം ഉപയോഗിച്ചാണ്. ഇവിടെ /P, ഇവിടെ /B, ഇവിടെ /UL. കൂടാതെ P/P, U/U, I/I എന്നിങ്ങനെ മിക്ക HTML ടാഗുകളും ജോഡികളായുമാണ് എഴുതിയിരിക്കുന്നത്. HTML ടാഗുകളുടെ ഒരു ചെറിയൊരു പ്രവർത്തനം ഞാൻ ഈ സ്ക്രാപ്പ് എഡിറ്ററിൽ കാണിച്ചു തരാം. ഞാനിവിടെ വെൽക്കം എന്ന വാക്ക് B ടാഗിൻ്റെയും /B എന്ന ടാഗിൻ്റെയും ഇടയിൽ എഴുതിയിരിക്കുകയാണ്. ഇത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലൂടെ അല്ലെങ്കിൽ ഒരു വെബ് ബ്രൗസറിലൂടെ കാണുമ്പോൾ എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. വെൽക്കം എന്ന വാക്ക് ബോൾഡായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ഞാനിവിടെ വെൽക്കം എന്ന വാക്കിനെ U എന്ന ടാഗുകൾക്കിടയിൽ എഴുതുകയാണ്. ഇത് വെബ് ബ്രൗസറിലൂടെ കാണുമ്പോൾ വെൽക്കം എന്ന വാക്കിനടിയിൽ അണ്ടർലൈൻ വന്നിരിക്കുന്നതായി കാണാം. I എന്ന ടാഗുകൾക്കിടയിലാക്കിയാൽ ഇറ്റാലിക് ആയതായും കാണാം.
ഒരു വെബ് പേജിലൂടെ പ്രദർശിപ്പിക്കേണ്ട വിവരങ്ങൾ ഇത്ര വലുപ്പത്തിലും ബോൾഡായും ചിത്രങ്ങളൊക്കെ ഇന്നേ വെബ് പേജിൽ ഇന്നേ സ്ഥാനത്തും ഒക്കെ പ്രദർശിപ്പിക്കണം എന്ന് ബ്രൗസറുകൾക്ക് നിർദ്ദേശം നൽകുകയാണ് ഇത്തരം HTML ടാഗുകൾ ചെയ്യുന്നത്. ഇത്തരം HTML ടാഗുകൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു വെബ് പേജ് രചിക്കാം എന്നാണ് ഈ ഓൺലൈൻ കോഴ്സിലൂടെ നിങ്ങൾ പഠിക്കുവാൻ പോകുന്നത്. പാഠഭാഗങ്ങൾ കണ്ടുകൊണ്ടും വീഡിയോ കണ്ടുകൊണ്ടും നിങ്ങൾക്ക് HTML ടാഗുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുവാനാണ് ഈ സ്ക്രാപ്പ് എഡിറ്റർ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി മറ്റൊരു ഫയൽ എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ലെസണിലും ഈ സ്ക്രാപ്പ് എഡിറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. ഈ സ്റ്റെപ്പിൽ പഠിച്ച കാര്യങ്ങളുടെ ഒരു സ്റ്റഡി നോട്ട് തയ്യാറാക്കി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക.